Hi Magle, welcome back to Salon Running. It's me, VK. Model examine ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതുവരെയുള്ള എക്സാമിനേഷൻ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. സോ ഇനി വരാൻ വേണ്ടി പോകുന്നത് +2 ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാമിനേഷൻ ആണ് ഈ വരുന്ന ചൊവ്വാഴ്ച. സോ അതിലേക്ക് എല്ലാവരും ഗംഭീരമായിട്ട് തയ്യാറെടുക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ മുതൽ 6ാമത്തെ ചാപ്റ്റർ വരെയുള്ള ചാപ്റ്ററുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ വരുന്ന മോഡൽ എക്സാമിന് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ കൊമേഴ്സിലെ ബിസിനസ് സ്റ്റഡീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് നോക്കാം 1 മുതൽ 6 വരെയുള്ള ചാപ്റ്ററിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളെന്ന്. 1ാമത്തെ ചാപ്റ്റർ നമുക്കറിയാം നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ 1ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഡു യു മീൻ ബൈ മാനേജ്മെന്റ്? എന്താണ് മാനേജ്മെന്റ്? മാനേജ്മെന്റ് 4 പ്രത്യേകതകൾ അല്ലെങ്കിൽ 4 ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സോ നിർബന്ധമായിട്ടും ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക, ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ്. ഇതിനടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇതൊരു 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. 3 മാർക്ക് അല്ലെങ്കിൽ 3 ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മുടെ മാനേജ്മെന്റ് ഉള്ളത്. അത് കൃത്യമായിട്ട് നോക്കി വെക്കുക കേട്ടോ. ഇനി മാനേജ്മെന്റ് ഈസ് ആൻ ഇൻഎക്സാക്ട് സയൻസ് എന്ന് പറയുന്നുണ്ട്. ഗീവ് റീസൺ ടു ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ നേച്ചർ ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ, മാനേജ്മെന്റ് ആസ് എ സയൻസ്, മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്, ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അടുത്ത് ടോപ്പ്, മിഡിൽ ആൻഡ് ലോവർ ലെവൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പം ടോപ്പ് ലെവലിന്റെ ഫംഗ്ഷൻസ്, മിഡിൽ ലെവലിന്റെ ഫംഗ്ഷൻസ്, ലോവർ ലെവലിന്റെ ഫംഗ്ഷൻസ് നോക്കി വെക്കുക. ഇനി ഡിസ്കസ് ദ 5 മേജർ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഏതൊക്കെയായിരുന്നു മേജർ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്? പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ് ആൻഡ് കൺട്രോളിംഗ് ആണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതിനടുത്ത് എന്താണ് കോർഡിനേഷൻ? വാട്ട് ഈസ് കോർഡിനേഷൻ? എക്സ്പ്ലെയിൻ ഇറ്റ്സ് എനി 3 ഫീച്ചേഴ്സ്. കോർഡിനേഷൻ നമ്മൾ ബൈൻഡിംഗ് ഫംഗ്ഷൻ, ഇന്റഗ്രേഷൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. സോ അങ്ങനെയും ചോദ്യങ്ങൾ വരാറുണ്ട്. സോ അതുകൊണ്ട് നോക്കി വെക്കുക. ബൈൻഡിംഗ് ഫംഗ്ഷൻ, ഇന്റഗ്രേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. സോ നോട്ട് ചെയ്ത് വെക്കുക. കോർഡിനേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും. ഇനി 2ാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന ചാപ്റ്റർ ആണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണുള്ളത്. 1ാമത്തെ ചോദ്യം എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ്, അഥവാ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ വേരിയസ് ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് പ്രൊപ്പൗണ്ടഡ് ബൈ FW ടൈലർ. FW ടൈലർ കൊണ്ടുവന്നിട്ടുള്ള ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഫംഗ്ഷണൽ ഫോർമാൻഷിപ്പ് തുടങ്ങിയിട്ടുള്ള ടെക്നിക്സ് ഒക്കെ നമുക്കറിയാം, കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. ഒരു ചോദ്യം എന്തായാലും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കും. ഇതിനടുത്ത് ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ഫോളോയിങ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് സജസ്റ്റഡ് ബൈ ഹെൻറി ഫയോൾ. ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റും നിങ്ങളോട് എഴുതാൻ വേണ്ടി പറഞ്ഞു. താഴെ കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് ഓഫ് കമാൻഡ്, ഇക്വിറ്റി, ഓർഡർ, ഡിസിപ്ലിൻ, ഡിവിഷൻ ഓഫ് വർക്ക്. അപ്പൊ എല്ലാവർക്കും ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം, സർ 14 പ്രിൻസിപ്പിൾസിൽ ഇതെല്ലാം പഠിക്കണം എന്നുള്ള കാര്യം ചോദിക്കും. അപ്പം 14 പ്രിൻസിപ്പിൾസ് നിങ്ങളോട് 14 പ്രിൻസിപ്പിൾസ് എഴുതാൻ വേണ്ടി പറഞ്ഞോളന്നില്ല. അതുകൊണ്ട് എല്ലാ പ്രിൻസിപ്പിൾസും പഠിച്ചു വെക്കുക. ഇതേപോലെ ഏതെങ്കിലുമൊക്കെ പ്രിൻസിപ്പിൾസ് കൊടുത്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക. സോ 14 പ്രിൻസിപ്പിൾസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? ഐഡിയ ഉണ്ടായിരിക്കണം. ഇനി 3ാമത്തെ ചാപ്റ്റർ ബിസിനസ് എൻവയോൺമെന്റ് ചാപ്റ്റർ ആണ്. ഇതിൽ 3 ചോദ്യങ്ങളാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. 1ാമത്തെ ചോദ്യം റൈറ്റ് എക്സ്പ്ലെയിൻ 4 ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ബിസിനസ് എൻവയോൺമെന്റിന്റെ 4 ഇമ്പോർട്ടൻസ് എന്താണെന്ന് എഴുതാൻ വേണ്ടി പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ഒരു 2ാമത്തെ ചോദ്യം നിങ്ങൾ സ്റ്റാർ ഇട്ട് വെക്കുക. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, എപ്പോഴും ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. ഡിസ്ക്രൈബ് എനി 4 ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. നമുക്കറിയാം സ്ലെപ്റ്റ് എന്ന കോഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ടോപ്പിക് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സ്ലെപ്റ്റ് എന്ന കോഡ് യൂസ് ചെയ്യാം. സോഷ്യൽ എൻവയോൺമെന്റ്, ലീഗൽ എൻവയോൺമെന്റ്, എക്കണോമിക് എൻവയോൺമെന്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് എന്നിങ്ങനെ 5 എൻവയോൺമെന്റ് ആണുള്ളത്, 5 ഫാക്ടേഴ്സ് ആണുള്ളത്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എക്സാമ്പിൾ സഹിതം പഠിച്ചു വെക്കുക. ദെൻ വാട്ട് ഈസ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് ദ ടേംസ്? താഴെ നമുക്കൊരു ന്യൂ എക്കണോമിക് പോളിസി 1991 3 പില്ലേഴ്സ് ആണ്. ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ. സോ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. സോ സിമ്പിൾ ആയിട്ട് ഒരു സെന്റൻസ് 2 സെന്റൻസ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ആണ് പ്ലാനിംഗ്. പ്ലാനിംഗ് എന്ന ചാപ്റ്റർ 1ാമത്തെ ചോദ്യം സ്റ്റേറ്റ് ദ പ്ലാനിംഗ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. അപ്പോൾ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പ്ലനേഷൻ, ഡെഫിനിഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യം ക്രിസ്മസ് എക്സാമിന് കണ്ടിട്ടുണ്ടായിരുന്നു. സോ അത് നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാ ഫീച്ചേഴ്സും നോക്കി വെക്കണം കേട്ടോ. ദെൻ പ്ലാനിംഗ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. പ്ലാനിംഗ് എപ്പോഴും സക്സസ് ഗ്യാരണ്ടീഡ് അല്ല എന്ന് പറയുന്നുണ്ട്. കമന്റ് ഓൺ ദി സ്റ്റേറ്റ്മെന്റ് ബൈ നറേറ്റിംഗ് 4 ഡീമെറിറ്റ്സ് ഓഫ് പ്ലാനിംഗ്. അപ്പം പ്ലാനിങ്ങിന്റെ ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് നിർബന്ധമായിട്ട് നോക്കി വെക്കണം. ഇതിനടുത്ത് വേരിയസ് സ്റ്റെപ്സ് ഇൻ ദി പ്രോസസ് ഓഫ് പ്ലാനിംഗ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. സ്റ്റാർ ഇട്ട് വെക്കുക. എപ്പോഴും ചോദിക്കാറുണ്ട്. പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് ഓർത്തു വെക്കുക. നിർബന്ധമായിട്ടും ബൈഹാർട്ട് ആക്കി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല കേട്ടോ. ഇനി അടുത്ത ടൈപ്സ് ഓഫ് പ്ലാനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇതേപോലെ പോളിസി, പ്രൊസീജിയർ, പ്രോഗ്രാം, റൂൾസ് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരിക്കും. അത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കാം, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചേക്കാം. സോ നിർബന്ധമായിട്ടും സ്റ്റാൻഡിംഗ് പ്ലാൻസിനെ കുറിച്ചും സിംഗിൾ യൂസ് പ്ലാൻസിനെ കുറിച്ചും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക പ്ലാനിംഗ് എന്ന ചാപ്റ്ററിൽ. ഇനി 5ാമത്തെ ചാപ്റ്റർ ഓർഗനൈസിംഗ് ആണ്. ഓർഗനൈസിംഗിൽ 1ാമത്തെ ചോദ്യം 4 സ്റ്റെപ്സ് ഇൻ ദി പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ്. ഓർഗനൈസിംഗിലെ 4 സ്റ്റെപ്പുകളുണ്ട്. 4 സ്റ്റെപ്പുകൾ ഓർത്ത് വെക്കുക. 2 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് ഫംഗ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസം നോട്ട് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഫംഗ്ഷണൽ സ്ട്രക്ചറിന്റെ ആ സ്ട്രക്ചർ ഉണ്ടല്ലോ അത് വരക്കാൻ പഠിച്ചു വെക്കുക. ഡിവിഷണൽ സ്ട്രക്ചറിന്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ അതും വരക്കാൻ വേണ്ടി പഠിച്ചു വെക്കുക. അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്, എല്ലാം നോക്കി വെക്കുക. നിർബന്ധമായിട്ടും അതിൽ ഏതെങ്കിലും ഒരു ചോദ്യം എന്തായാലും വരും.
ഇതിനടുത്തത് എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആണ്. 3 എലമെന്റ്സ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഉണ്ട്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ നിന്ന് സബോർഡിനേറ്റിലേക്ക് അതോറിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ് ആണ്. അപ്പം 3 എലമെന്റ്സും അതിലുണ്ട്, നോക്കി വെക്കണം. ഇതിനടുത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ 5 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറും ഇൻഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിച്ചു വെക്കുക. അതിന് മുന്നേ എന്താണ് ആ കോൺസെപ്റ്റ് എന്ന് ഓർത്ത് വെക്കുക. ശേഷം നിങ്ങൾ ബോക്സ് ഒക്കെ വരച്ചിട്ടായിരിക്കും ഡിഫറൻസ് എഴുതേണ്ടത്. then അതേപോലെ തന്നെ ഫംഗ്ഷണൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ഡയഗ്രാം വരക്കാൻ വേണ്ടി പഠിച്ചിരിക്കണം. ഡിവിഷണൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ഡയഗ്രാം വരക്കാൻ വേണ്ടി പഠിച്ചിരിക്കണം. നിർബന്ധമായിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇതിനടുത്ത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ 2ാമത്തെ ചാപ്റ്ററിൽ പ്രിൻസിപ്പിൾസിൽ പഠിക്കുന്നതാണ്. സോ ഡെലിഗേഷനും എന്താണ് ഡീസെൻട്രലൈസേഷനും എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു 3 ഡിഫറൻസ് പഠിച്ചു വെച്ചാൽ മതി. 3 മാർക്കിനോ 2 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ സ്റ്റാഫിംഗ് എന്ന ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയൊരു ചാപ്റ്ററാണ്. ഒരു എസ് എന്തായാലും ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാറുണ്ട് കേട്ടോ. സോ ഒന്നാമതായിട്ട് സ്റ്റാഫിങ്ങിന്റെ പ്രോസസ്സ് 8 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാറുണ്ട്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സ്റ്റാഫിങ്ങിന്റെ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റാഫിങ്ങിന്റെ സ്റ്റെപ്സ് നിർബന്ധമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, പഠിച്ചു വെക്കണം. ഇതിനടുത്തത് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ഡിസ്ക്രൈബ് എനി 8 സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഫോർ എ ന്യൂ ഓർഗനൈസേഷൻ. ന്യൂ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ സമയത്ത് എക്സ്റ്റേണൽ സോഴ്സ് ആയിരിക്കും. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷന് മാത്രമേ ഇന്റേണൽ സോഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുള്ളൂ. സോ ന്യൂ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ സമയത്ത് ആലോചിക്കണം എക്സ്റ്റേണൽ സോഴ്സിനെ കുറിച്ചാണ് ചോദ്യം വരുന്നത്. ഒരുപാട് എക്സ്റ്റേണൽ സോഴ്സ് അവൈലബിൾ ആണ്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്ത സെലക്ഷൻ പ്രോസസ്സിലെ സ്റ്റെപ്സ് ആണ് ചോദിച്ചുള്ളത്. നിർബന്ധമായിട്ടും സ്റ്റാഫിംഗ് പ്രോസസ്സിലെ സ്റ്റെപ്സ് പറഞ്ഞ പോലെ തന്നെ സെലക്ഷൻ പ്രോസസ്സിലെ സ്റ്റെപ്സ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്, പഠിച്ചു വെക്കുക. 8 മാർക്കിന്റെ എസ്സേക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതിനടുത്തത് ദ ബേസിസ് ഓഫ് ട്രെയിനിങ് മെത്തേഡ് ഈസ് ലേണിംഗ് വൈൽ ഡൂയിങ്. ലേണിംഗ് വൈൽ ഡൂയിങ് എന്ന് പറയുന്ന സമയത്ത് ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ് അല്ലേ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ട്രെയിനിങ് റെഫേർഡ് എബവ്. ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 4 ട്രെയിനിങ് മെത്തേഡ്സ് അണ്ടർ ദിസ് ടൈപ്പ്. അതായത് ഓൺ ദ ജോബ് ട്രെയിനിങ്ങിലെ മെത്തേഡ്സിനെ കുറിച്ച് ചോദിച്ചു. ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, ഓഫ് ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, രണ്ടും പഠിച്ചു വെക്കുക. അതുമായി ബന്ധപ്പെട്ട ഡിഫറൻസ് നിങ്ങൾ 4 ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്നുമായി ചോദിച്ചിട്ടുണ്ട്. സോ ഒന്നെങ്കിൽ ഡിഫറൻസ് ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ മെത്തേഡ് ആയിരിക്കും ചോദിക്കുക. ആ കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ ഒരു ചാപ്റ്ററുകളിലായിട്ട് 1 മുതൽ 6 വരെയുള്ള ചാപ്റ്ററുകളായിട്ട് നമുക്ക് പറയാനുള്ളത്, ചോദ്യങ്ങളായിട്ട് പറയാനുള്ളത്. സോ ഈ ചോദ്യങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം മുഴുവൻ നിങ്ങൾക്ക് ഈ വരുന്ന മോഡൽ എക്സാമിന് ചോദ്യങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിൽ കാണാൻ വേണ്ടി സാധിക്കും. സോ ഇത് വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ എക്സാമിന് പഠിക്കേണ്ടത്. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്.